ഇന്ന് നമുക്കൊരു അടിപൊളി ചോക്ലേറ്റിൻ്റെ റെസിപ്പിയാണേ. അപ്പോൾ നല്ല കിക്കേറ്റിൻ്റെയൊക്കെ അതേ ടേസ്റ്റോട് കൂടി ഈ പൊരി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയാലോ? അപ്പോൾ അത് അടിപൊളിയല്ലേ? നമ്മുടെ വീട്ടിൽ പൊരിയൊക്കെ മേടിച്ച് കഴിഞ്ഞാലേ കുറച്ചൊക്കെ ഇങ്ങനെ എടുക്കുമായിരിക്കും, പിന്നെ അത് അങ്ങനെ ആർക്കും വേണ്ടാണ്ട് കിടക്കുമായിരിക്കില്ലേ. അപ്പോൾ അത് വെച്ചിട്ടൊരു ചോക്ലേറ്റ്. അപ്പോൾ ഒരു പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ 2 കപ്പ് പൊരി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇതിപ്പോൾ അധികം തണുക്കാത്ത പൊരിയായതും കൊണ്ട് തന്നെ വേഗം തന്നെ ആയി വരും കേട്ടോ. എന്താണ് ഇനിയിപ്പോൾ ഇത് നമ്മൾ കുറച്ച് തണുപ്പൊക്കെ ആയ ഒരു പൊരിയാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം ഒന്ന് വറുത്താൽ മതിയാവും കേട്ടോ. ഇനിതാ ഇതേ കളറാവും. അതേപോലെ ഈ പൊരിനെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ ഇതേപോലെ പൊടിഞ്ഞ് വരും. അതാണ് ഇതിൻ്റെ പാകം. ഇങ്ങനെ പൊടിഞ്ഞ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകട്ട. അപ്പോൾ തണുത്ത പൊരിയാണ്, കുറച്ചുകൂടി ഒന്ന് ചൂടാക്കി എടുക്കേണ്ടി വരും. അപ്പോൾ അതാണെങ്കിലും ഒന്ന് പൊട്ടിച്ച് നോക്കി ഇങ്ങനെ പൊടിഞ്ഞ് വരുന്ന സമയം വരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതവിടെ മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് ചോക്ലേറ്റാണ്. 200 ഗ്രാം ചോക്ലേറ്റ്. ഇതിനൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ചൂടാക്കിയെടുക്കാൻ. ഒരു ബട്ടർ എടുത്തിട്ടുണ്ട്, ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ചൂടാക്കാനായിട്ട് അടിയിൽ കുറച്ച് ഗ്യാസിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലെയാണ് ഈ പാത്രം വെച്ചിട്ട് അതിലാണ് ഈ ചോക്ലേറ്റ് ഇട്ടിട്ട് ഉരുക്കിയെടുക്കുന്നത് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ ഇത് റെഡിയാവും. കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ചോക്ലേറ്റ് മിശ്രിതം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ മാറ്റി വെച്ച പൊരി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങോട്ട് തട്ടിക്കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കേണ്ട സമയം മാത്രം മതി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചോക്ലേറ്റാണിത്. ഇനി ഇത് നന്നായി ഒന്ന് ഇതേപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ പൊരിയാണോ ടേസ്റ്റ് ഉണ്ടാകുമോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. നല്ല അടിപൊളി കിക്കേറ്റ് പെർക്കൊക്കെ ഉണ്ടല്ലോ നമ്മുടെ, അതിൻ്റെയൊക്കെ അതേ ടേസ്റ്റിലും നല്ല രസമാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ. നമ്മൾ കുട്ടികൾക്കൊക്കെ പൊരിയൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്താലേ അവർ വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് എന്തായാലും ഇതേപോലെ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ തടവി കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ആയാലും ഇതിൻ്റെ മേലോട്ട് വിരിച്ചിട്ടാക്കിയാൽ പെട്ടെന്ന് തന്നെ എടുത്ത് കിട്ടാൻ എളുപ്പമായിരിക്കും. ഇതും കുഴപ്പമില്ല, ഇതും പെട്ടെന്ന് തന്നെ കിട്ടും. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് ഇതിൻ്റെ മേലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിനൊന്ന് സെറ്റാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യുക, ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് മതിയാവും. അപ്പത്തിനും കട്ടയായി ആയിക്കോളും. എന്നിട്ട് അങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ നമ്മുടെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ ചോക്ലേറ്റ് എടുക്കുമ്പോൾ മിൽക്ക് ചോക്ലേറ്റ് തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ നിങ്ങൾ മേടിക്കുമ്പോൾ. അങ്ങനെ ഫ്രീസറിലൊക്കെ വെച്ച് സെറ്റായിട്ടുണ്ട് നമ്മുടെ ചോക്ലേറ്റ്. ഇനി ഇതിനൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല കട്ടിയൊക്കെ ആയിട്ടുണ്ട് എന്ന്. ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും കേട്ടോ. ഇത് ഉണ്ടാക്കി വെച്ചാൽ മതി, കാലിയാവും പ്ലേറ്റ് കേട്ടോ. കണ്ടില്ല, അടിപൊളിയായി വന്നിട്ടുണ്ട്. നമ്മുടെ മഞ്ചൊക്കെ തിന്നണ അതേ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി പൊരി കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, ഞാൻ പിന്നെയും പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. എല്ലാവരും മറക്കല്ലേ. അപ്പോൾ കുറേ കൂട്ടുകാർ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനൊന്നൊക്കെ മറന്നു പോകണ്ട്. പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി കാണുമായിരിക്കും. ടാറ്റാ.